കോയിപ്പുറം നിന്ന് നിതിൻ തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മോത്തി, ആറന്മുള, അതായത് കോഴഞ്ചേരി താലൂക്കിലെ ആറന്മുള കഴിഞ്ഞു വരുന്ന ഒരു പ്രദേശമാണ് കോയിപ്പുറം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോയിപ്പുറം പഞ്ചായത്തിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലാണ്. ഈ സ്കൂളിലടക്കം മൊത്തം നിലവിൽ ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് കാലറ്റത്തോളമേ ഉള്ളൂ വെള്ളം. പക്ഷേ അങ്ങോട്ട് പോകുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ അമ്മ നടക്കുമ്പോൾ നമുക്ക് കാണാം, അങ്ങോട്ട് പോകുന്നതിൻ്റെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ തോത് കൂടിക്കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ ഇടതുവശത്ത് കാണുന്നത്. കോയിപ്പുറം സ്കൂളാണ്. കോയിപ്പുറം സ്കൂളിൻ്റെ അവസ്ഥയാണ് ഇതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. സാധനങ്ങളൊന്നും എടുത്തു മാറ്റാൻ എന്തായാലും അധികൃതർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പെട്ടെന്നാണ് ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നത്. അങ്ങനെയെങ്കിൽ വലിയൊരു നഷ്ടം ഉണ്ടായേക്കാം. ഇവിടെ ഇപ്പോൾ നിലവിൽ ആളുകളൊന്നുമില്ല. ഇത്തരത്തിൽ വെള്ളം ഇറങ്ങിപ്പോകാനും ഒക്കെ ആയിട്ട് ഗേറ്റൊക്കെ തുറന്നിട്ടേക്കാണ്. തൊട്ട് പിന്നിൽ പമ്പയാറാണ്. പമ്പയാറിൻ്റെ പ്രദേശത്ത് നിന്നാണ് ഇത്തരത്തിൽ വെള്ളം ഇവിടേക്ക് ഇരച്ചെത്തുന്നത്. നമ്മളോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികളുമൊക്കെയുണ്ട്. ചേട്ടാ, ഇവിടെ ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ലല്ലേ? ഇറങ്ങുന്നുണ്ട്, ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട്. മഴയില്ലെങ്കിൽ വൈകിട്ടത്തേക്ക് ഇറങ്ങുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇപ്പൊ അവിടെ ആ കോയിപ്പുറത്തെ ഭാഗത്തൊന്നും വെള്ളമില്ല. അപ്പൊ ഞങ്ങൾ വള്ളത്തെ കൊണ്ട് കൊടുക്കാന്ന് കണ്ടിരിക്കുക. കുടിവെള്ളം ഇവിടെ വെള്ളം കിടപ്പുണ്ട്. വള്ളത്തെ കൊണ്ടുപോകും. കോയിപ്പുറം, പടിഞ്ഞാറ് കോയിപ്പുറം മൊത്തം വെള്ളമാണ്. നിങ്ങൾ ഈ പള്ളിയോടത്തിന്റെ ആളുകളല്ലേ? പള്ളിയോടത്തിനൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ? എല്ലാം വെള്ളം ഇറക്കിയിട്ടേക്കുക. വെള്ളം കോരി മാത്രം മതി. ഈ ഏരിയയിലൊക്കെ വെള്ളം എങ്ങനെയുണ്ട്? ഇപ്പൊ ഇറങ്ങിക്കൊണ്ട് 2 അടി വെള്ളം ഇറങ്ങി. എന്താ ഇവിടുത്തെ സാഹചര്യം? ഇവിടുത്തെ സാഹചര്യം നിലവിൽ കുഴപ്പമില്ല. വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്യാമ്പുകളും സജീവമാണ്. പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, മെമ്പർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്കെല്ലാം ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ വെള്ളം ഇല്ലായിരുന്നു ക്യാമ്പിൽ. ഇപ്പോൾ ഇന്നിപ്പോൾ വെള്ളത്തിൽ ലേശം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് എവിടെ നടക്കുന്നത്? 11 സ്ഥലങ്ങളിൽ ക്യാമ്പുണ്ട്. ഇവിടെ ഏകദേശം 450ഓളം ജനങ്ങൾ ക്യാമ്പിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഫുഡ് എത്തിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ എങ്ങനെ ഈ വെള്ളത്തിലൂടെ എങ്ങനെ കൊണ്ടു? വെള്ളത്തിലൂടെ നമ്മളിപ്പോൾ ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബോട്ട് അറേഞ്ച് ചെയ്ത് ഈ 450ഓളം ആളുകൾ താമസിക്കുന്ന വിവിധങ്ങളായ ക്യാമ്പുകളിലേക്ക്, 11 ക്യാമ്പുകളാണ് ഈ പഞ്ചായത്തിൽ മാത്രം ഉള്ളത്. അപ്പോൾ ഈ ക്യാമ്പുകളിലേക്കുള്ള കുടിവെള്ളവും ഭക്ഷണവും ഇപ്പോൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ സ്കൂളിൻ്റെ പ്രദേശവും ഒക്കെയാണ്. ഈ ആറന്മുള കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് ഈ കോയിപ്പുറം എന്ന് പറയുന്നത്. കാരണം തൊട്ടടുത്ത് 2 വശത്തും പുഞ്ചപ്പാടങ്ങളുണ്ട്. അതുപോലെ തന്നെ ആറിൻ്റെ തീരമാണ്. പമ്പയാറ് തൊട്ട് പിന്നിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വെള്ളം ഇങ്ങനെ ഇരമ്പിയെത്തും. അങ്ങനെ എത്തിയ വെള്ളം ഇപ്പോൾ ഇറങ്ങി തുടങ്ങുന്നുണ്ട് എന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. മഴ ഒഴിഞ്ഞു നിൽക്കണം. മഴ ഒഴിഞ്ഞു നിന്നാൽ മാത്രമേ ഈ പ്രദേശത്ത് നിന്ന് പൂർണ്ണമായിട്ട് വെള്ളം ഇറങ്ങുകയുള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റും നമുക്കിപ്പോൾ ഉണ്ട്. ഒരു സാഹചര്യം എങ്ങനെയുണ്ട് കോയിപ്പുറത്ത് വെള്ളം ഇറക്കമുണ്ട്. എന്നാലും ഈ തെക്കൻ സൈഡുകളിലെല്ലാം വെള്ളമാണ്. ഒരു 6 വാർഡിൽ വെള്ളം നിറഞ്ഞെടുക്കുക. വെള്ളം ഇറക്കം ഉണ്ടെന്ന് വരികയും നമ്മൾ ഈ ക്യാമ്പുകളിലേക്ക് കൂടുതൽ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. 18 സ്ഥലത്ത് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 18 സ്ഥലത്ത് ഏകദേശം പഞ്ചായത്ത്, ഈ കോയിപ്പുറം പഞ്ചായത്ത് മാത്രം ഏകദേശം 500ഓളം ആൾക്കാർ എല്ലായിടത്തും ഫുഡ് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരി സാധനങ്ങളും പച്ചക്കറിയും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഉണ്ടോ? എല്ലാ സാധനവും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതുകൂടാതെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് കളക്ട് ചെയ്ത് രാവിലെ ഇഡ്ഡലിയും അതുപോലുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഉച്ചയ്ക്കത്തേക്ക് ഊണ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്ഷണമായിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് ചോറ് വെക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിൽ ചോറ് വെക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അവർ ഈ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത്. ഇതാണ് ഇപ്പം നിലവിലെ നമ്മുടെ കോഴഞ്ചേരി താലൂക്കിൽപ്പെട്ട ഒരു പഞ്ചായത്തുകളുടെ ഒരു നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത്.